ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നവരെ, ആശ്വാസമില്ലാതലയുന്നവരെ, അധ്വാന ഭാരത്താൽ വലയുന്നവരെ, ആശ്വാസമില്ലാതലയുന്നവരെ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നവരെ, രോഗങ്ങളാൽ മനം തകർന്നവരെ, പാപാന്ധകാരത്തിൽ കഴിയുന്നവരെ, രോഗങ്ങളാൽ മനം തകർന്നവരെ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാൻ അവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിലിൽ വന്നിങ്ങു മുട്ടിടുന്ന, ആശ്വാസമരുളാൻ വന്നിടുന്നേ, വാതിലിൽ വന്നിങ്ങു മുട്ടിടുന്ന, ആശ്വാസമരുളാൻ വന്നിടുന്നേ. അരുമപിതാവിന്റെ ഇമ്പസ്വരം നീയെന്നു ശ്രവിച്ചിടുമോ, അരുമപിതാവിന്റെ ഇമ്പസ്വരം നീയെന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. Greetings in the holy name of the triune God. ബഹുമാനപ്പെട്ട അച്ഛന് ദൈവനാമത്തിലെ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് 119 സങ്കീർത്തനം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം. How can a young man keep his way pure? By living according to your word. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. I wish and hope that our youth will also hear this message. It is really my earnest desire that all our youths will listen to this message. Let's read those verses. How can a young man keep his way pure? By living according to your word. I seek you with all my heart. Do not let me stray from your commands. I have hidden your word in my heart, that I might not sin against you.
Praise be to you, O Lord. Teach me your decrees. With my lips I recount all the laws that come from your mouth. I rejoice in following your statutes as one rejoices in great riches. I meditate your precepts and consider your ways. I delight in your decrees. I will not neglect your words. Let's read that in Malayalam also. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. യഹോവേ, നീ വാഴ്ത്തപ്പെട്ടവൻ. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെ ഒക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കും, നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയും ഇല്ല. സങ്കീർത്തനക്കാരന് 119 സങ്കീർത്തനത്തില് ദൈവത്തിന്റെ വചനത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ പല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ച ഭാഗത്ത് നിങ്ങൾക്ക് തന്നെ അത് അണ്ടർലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് പ്രിസെപ്റ്റ്സ്. Precepts means Maker's Manual of Instructions. This covers all situations and possibilities in life. He cares for every details of life and gives particular instructions about them. That is why the word precept is used. പ്രമാണങ്ങൾ. പിന്നെ നമ്മൾ കാണുന്നത് സ്റ്റാറ്റ്യൂട്ട്സ്. ദീസ് ഇൻസ്ട്രക്ഷൻസ് ആർ ബൈൻഡിങ് ആൻഡ് പെർമനന്റ്. ഡിക്രീസ്, കമാൻഡ്മെന്റ്സ്, ലോ, ടെസ്റ്റിമണീസ്, ഓർഡിനൻസസ്, പ്രോമിസ്. നമ്മൾ വായിച്ച ഭാഗത്ത് ഇതെല്ലാം നമുക്ക് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും. ന്യായപ്രമാണം, സാക്ഷ്യങ്ങൾ, ചട്ടങ്ങൾ, കൽപ്പനകൾ, വിധികൾ, വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ, ഇതൊക്കെയാകുന്നു. Yes, if a young man has to keep his way pure, he must live according to the word of God. ഒന്നാം സങ്കീർത്തനത്തില് നമ്മൾ എന്തോ വായിക്കുന്നത്? ഒന്നാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ നട്ടിരിക്കുന്നതും തക്കകാലത്തെ ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നത് ഒക്കെയും സാധിക്കും. Blessed is the man who does not walk in the counsel of the wicked, or stand in the way of sinners, or sit in the seat of mockers. But his delight is in the law of the Lord, and on his law he meditates day and night. He is like a tree planted by the streams of water, which yields its fruit in season, and whose leaf does not wither. Whatever he does prospers. So we really know that the word of God gives prescriptions, perceptions, commandments, and laws for us to follow. Ecclesiastes or സഭാപ്രസംഗി 11:9-10 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സന്തോഷിക്കാം. യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ. നിനക്കിഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ചവണ്ണവും നടന്നുകൊള്ളുക. എന്നാൽ ഇവയൊക്കെ നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തും എന്നറിയാം. ആകയാൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് വ്യസനം അകറ്റി
നിന്റെ ദേഹത്തിൽ നിന്ന് തിന്മ നീക്കിക്കളക. എന്നിട്ട് പറയുന്നത് ബാല്യവും യൗവനവും മായ അത്രേ. ഹോവാർഡ് ഹ്യൂസ് വാസ് വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ when he was 45. Even 20 years later, his riches, there was no reduction for his riches. He was still the richest man. പക്ഷേ അന്ന് അദ്ദേഹം വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. പല 5 സ്റ്റാർ ഹോട്ടലുകളുടെ ഉടമസ്ഥനായിരുന്നു. അനേകം കമ്പനികളെ എല്ലാമുള്ള മനുഷ്യനായിരുന്നു. ഹൂറ്റ്സിന് ഒരു 55 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേ സിവിയർ മെന്റൽ ഡിപ്രഷനായി. അത് കുറച്ചൊക്കെ ആദ്യ കാലങ്ങളിൽ ഒരുമാതിരിയൊക്കെ മാനേജ് ചെയ്തു പോയി. പിന്നെ അങ്ങോട്ട് സിവിയർ ആയപ്പോഴേ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു മാനേജ്. അന്ന് തൻ്റെ തന്നെ ഹോട്ടലിലെ ഒരു റൂമിൽ ആരെയും കാണാൻ, ആരോടും മിണ്ടാൻ, ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാതെ, അതെ, സൂര്യപ്രകാശം പോലും കാണാൻ ഇഷ്ടമില്ലാതെ, മുടിയും താടിയും നഖവും ഒക്കെ വളർന്ന് മുഷിഞ്ഞ വസ്ത്രവും ശോഷിച്ച ശരീരവുമായി ആ മനുഷ്യൻ ഭക്ഷണം പോലും വെറുപ്പായി. കാണുന്നവർക്ക്, ആ സ്റ്റാഫിനൊക്കെ വളരെ സഹതാപം തോന്നുമായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഹോവാർഡ് ഹ്യൂറ്റ്സ് മാറി എന്നാണ് വായിക്കുന്നത്. അതുപോലെ സമ്പൽ സമർത്ഥനായ ബുദ്ധിമാനായ ഒരു രാജാവ് ഇസ്രയേലിൽ ഉണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് സോളമൻ. ഹി റോട്ട് ദി ബുക്ക് കോൾഡ് എക്ലേഷ്യേറ്റ്സ്. ശലോമോന്റെ അത്രയും സമ്പത്തും സുഖസൗകര്യങ്ങളും ബുദ്ധി സാമർഥ്യവും ഉണ്ടായിരുന്ന വേറെ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു. അതെ, ഇന്ന് വരെ ഉണ്ടായിട്ടുമില്ല. ഹി വാസ് ദ മോസ്റ്റ് ഫേമസ് കിങ് ഓഫ് ഹിസ് ടൈം. Yet he found all his fame and wealth meaningless. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കാനാണ് ശലോമോൻ ഉപദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26 മാത്യു 16:26 നമ്മളിങ്ങനെ വായിക്കുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? എക്ലേഷ്യേറ്റ്സ് പിന്നെയും 12:1-8 8 വാക്യങ്ങളെ I would request you to read that either in Malayalam or English, whichever language you are free with. You can read it. 8-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: ഹാ മായ, മായ, സകലവും മായ അത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. നമ്മള് മനസ്സിലാക്കണം, ഒന്ന്, കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തതും നിത്യവുമായത് ഒന്നുണ്ട്, അത് കാണാത്തതാണ് നിത്യം. എന്തായാലും എല്ലാം മായയാണ്. പിന്നെന്തിനാ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. എക്ലേഷ്യേറ്റ്സ് 11:3-6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്: മേഘം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നാൽ ഭൂമിയില് മഴ പെയ്യും. കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുകയില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുകയുമില്ല. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കാം, വൈകുന്നേരത്ത് നിന്റെ കൈ ഇളച്ചിരിക്കരുത് എന്നും ഇതും സഭാപ്രസംഗി തന്നെ ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാകുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നിജപുത്രനായ തിമോത്തിയോട് ഉപദേശിക്കുന്നത് യൗവനം തുച്ഛീകരിക്കരുത് എന്ന്. അതേ, ബാല്യത്തിലെ സൃഷ്ടാവിനെ അറിഞ്ഞ് ദൈവവഴിയിൽ കൂടെ നടന്നാൽ യൗവനം മനോഹരമായിരിക്കും, മിഡിൽ ഏജ് മാന്യമായിരിക്കും, ഓൾഡ് ഏജ് സമാധാനവും സന്തോഷവും ഉള്ളതായിരിക്കും. 128-ാം സങ്കീർത്തനം, അത് ആരോഹണ ഗീതങ്ങളിൽ പെടുന്നതാണ്. 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്: യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. തുടർന്നുള്ള വാക്യങ്ങളിലും യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്.
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടൊപ്പം ബാക്കിയൊക്കെയും തരാൻ ദൈവം വിശ്വസ്തനാണ്. ശലോമോൻ സഭാപ്രസംഗി 5:18 പറയുകയാണ്, ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും സൂര്യന് കീഴെ താൻ പ്രവർത്തിക്കുന്ന തൻ്റെ സകല പ്രയത്നത്തിലും സുഖം അനുഭവിക്കുന്നതും തന്നെ. അതല്ലോ അവന്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. നമുക്കറിയാം, സെപ്റ്റംബർ 11 അമേരിക്കയിൽ സംഭവിച്ച അമേരിക്കയിൽ നടന്ന ആ വലിയ സംഭവത്തിന്റെ ശേഷം ലോകം തന്നെ വളരെ അധികം തകിടം മറിച്ച പോലെ അത് ആക്കിക്കളഞ്ഞു. അമേരിക്കൻ നാഷണൽ ടിവിയിലെ ബില്ലി ഗ്രഹാമിന്റെ മകൾ ആനി ഗ്രഹാമിനെ ജെയിൻ ക്ലേസൺ ഇന്റർവ്യൂ ചെയ്തു. ലെറ്റ് us listen to that interview. It's worth listening. ജെയിൻ ക്ലേസൺ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഹൗ കുഡ് ഗോഡ് അലൗ സംതിങ് ലൈക്ക് ദിസ് ഹാപ്പൻ? Listen that question carefully. How could God allow something like this happen? ആനി ഗ്രഹാമിന്റെ റിപ്ലൈ ആണ്. ആനി ഗ്രഹാം പറയുന്നത്, I believe that God is deeply saddened by this, just as we are. But for years we have been telling God to get out of our schools, to get out of our government, and to get out of our lives. And being the gentleman that he is, I believe that he has calmly backed out. How can we expect God to give us his blessings and protection if we demand that he leave us alone? Annie Graham continued, in the light of the terrorist attack, school shooting, etc., I think it started when Madeleine Murray O'Hare, a high official, complained that she did not want any prayer in the school. Oh, she's a high official, no? So we said, okay, no prayer in the school. The same Madeleine Murray O'Hare was murdered 2 or 3 years later. Then someone who is in the hem of affairs said, you better don't read the Bible in the school, because there are children of other religion also, and there is no need to read the Bible in the school. So let us not read the Bible in the school. And we said, okay, no Bible reading. So prayer is stopped, Bible reading is stopped. Bible says, you shall not kill, you shall not steal, and love your neighbor as yourself. So again, then Benjamin spoke, a great psychologist and counselor, said we should not spank our children when they misbehave, because their little personalities would be affected and we might damage their self-esteem. So Dr. Benjamin spoke being an expert and an authority in the subject. When he is speaking about, or what he knows what he is speaking about. So we said, okay. A few years later, Dr. Benjamin's son committed suicide. In America, we know that daddy, mommy ഒക്കെ വഴക്ക് പറയുകയാണെങ്കിൽ, അല്ലെ പണിഷ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉടനെ പോലീസിനെ വിളിച്ചു വരുത്താം. നമ്മൾ കണ്ടിട്ടുണ്ട് പേപ്പറിലൊക്കെ. ഈവൻ മലയാളി ക്രിസ്ത്യൻ ഫാമിലീസ് had this problem. Some families were taken by the police. Then some knowledgeable person said, teachers and principals better not discipline our children when they misbehave. Whether they misbehave or otherwise, no teacher or principal should punish the children, or they should not discipline them. The school administration issued a circular saying that no faculty member in this school better touch a student when they misbehave, because we do not want bad publicity and do not want to be sued. No one bothered to explain the difference between disciplining and touching, beating, smacking,
humiliating, etc. So nobody bothered about all that. All these persons mentioned above were great personalities of high standing, but none of them bothered to find out or explain how can a young man keep his way pure. Nobody ever said that by living according to the word of God, the young man can keep his way pure. So let us remind our youngsters this truth. When Jesus Christ came, he promised life to the full extent. That means he came to give us life, abundant life. John 10:10 says, മോഷ്ടിപ്പാനും അറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു. മക്കളെങ്കില് നാം അവകാശികളുമാകുന്നല്ലോ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാന് അവകാശം ലഭിച്ചുവെന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. സത്യസുവിശേഷമായ ക്രിസ്തുവിനോടുള്ള ബന്ധമാണ് നമ്മുടെ വഴികളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ജീവിതങ്ങളെ തന്നെ വ്യത്യസ്തമാക്കുന്നത്. God's children should be different in all these. Love the Lord your God with all your heart and with all your soul and with all your mind and with all your strength, and love your neighbor as yourself. These are the greatest commandments. There is no commandment greater than this. The Lord wants us to follow that. I would like to entreat all our youth and senior Sunday school students to read Proverbs at least once a year. Only 31 chapters. If you start reading in a month, when there are 31 days, one chapter a day in a month you can finish reading it. Read over and again, for the fear of the Lord is the beginning of all wisdom and knowledge. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നൻ നിത്യനുമായ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയത്ത് അങ്ങയുടെ പാദപീഠത്തെങ്കിൽ അടുത്ത് വന്ന് അങ്ങയുടെ കണ്ണിലേക്ക് കണ്ണുയർത്ത് നോക്കി അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ ഞങ്ങൾക്ക് പുത്രത്തിന്റെ ആത്മാവും ശക്തിയും തന്നിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഈ സന്ധ്യയുടെ യാമത്തില് ഞങ്ങളുടെ യൗവനക്കാരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം അപ്പന്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവെ, അവരെല്ലാവരും അവിടുത്തെ വചനം യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ വഴികളിൽ കൂടെ അവിടുത്തെ വചനം അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരാൻ തക്കോണം വചനം പഠിക്കുന്നതിനും ദൈവസന്നിധിയിലെ ധ്യാനിക്കുന്നതിനുമുള്ള കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പൈതൽ പോലും തെറ്റിപ്പോകുവാൻ അവിടുന്ന് സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരവിടുത്തെ വകയാന്നല്ല കർത്താവെ. അവരെല്ലാവരും കർത്താവെ ഒടുവിൽ അങ്ങയുടെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ തക്കോണം അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അതിനെ ഉത്തേജിപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭ അതിനെ സജ്ജീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടിയങ്ങൾ അവിടുത്തെ പാദപീഠത്തെങ്കിൽ അടുത്ത് വരിക. ഞങ്ങളുടെ കർത്താവെ, ജന്മദേശമായ നാടായ കേരളത്തെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുക കർത്താവെ. എല്ലാ വർഷവും എന്തെല്ലാം ദുരിതങ്ങളാണ് അവിടെ വരുന്നത്. 1918 മുതൽ വെള്ളപ്പൊക്കം, എന്നും ജലപ്രളയം, അതുകൊണ്ടുള്ളതായ പ്രശ്നങ്ങൾ. കഴിഞ്ഞ വർഷം മാത്രം ഒത്തിരി ഇല്ലായിരുന്നു, പക്ഷെ അപ്പോൾ ആ പാൻഡമിക് കൊണ്ടുള്ള എത്ര കഷ്ടങ്ങൾ, പല വിധത്തിലുള്ള രോഗങ്ങൾ, പല വിധത്തിലുള്ള പനികൾ, എന്തെല്ലാം ചിക്കൻ ഗുനിയ,
നിപ്പ, എന്തെല്ലാം കഷ്ടങ്ങളിൽ കൂടെ ആളുകൾ കടന്നു പോകുന്നത്. ഇപ്പൊ കർത്താവെ വീണ്ടും എത്ര പേര് വെള്ളത്തിനടിയിൽ, അതേ മണ്ണിനടിയിലായി പോയി, ഉരുള് പൊട്ടിയൊക്കെ ആയിട്ട്. ഞങ്ങൾ അവരെയൊക്കെ ഓർക്കുക കർത്താവെ. അപ്പൊ അവരുടെയൊക്കെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുക. അവരെയൊക്കെ ഇനി യഥാസ്ഥാനപ്പെടുത്തുന്ന എത്ര ഭാരമുള്ള കാര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന കർത്താവെ. അവിടുത്തെ കൃപയുടെ വിസ്താരമേറിയ ചിറകടിയിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുക. അപ്പ ഞങ്ങളുടെ അച്ഛനെ അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പൊന്നുപിതാവെ, അച്ഛനെയും കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ അവിടുന്ന് പരിപാലിക്കണേ, സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സെന്റ് മേരീസ് ചർച്ചിലുള്ള എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ വെക്കുന്നു. സീനിയർ സിറ്റിസൻസിനെയും അതുപോലെ കർത്താവെ രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരെയൊക്കെ ഓർക്കുന്നു. ആ കർത്താവെ സൂസി ജോർജിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് സൂസി വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ബലവും ദാനം ചെയ്യണം കർത്താവെ. ആനിയെ ഓർക്കുന്നു, സുബിയെ ഓർക്കുന്നു. പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുക കർത്താവെ. ഞങ്ങളുടെ സീനിയർ സിറ്റിസൻസിനെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ ജീവന്റെ ബലമാന്ന് പറയുവാൻ, കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊള്ളുവാൻ എല്ലാവർക്കും ഇടയാക്കണേ. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ബന്ധുക്കളെ, കുഞ്ഞുങ്ങളൊക്കെയും ദൂരദേശത്തായിരിക്കുന്നവരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും പ്രതികൂലങ്ങളുണ്ട് കർത്താവെ. അവിടുത്തെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കണേ. പ്രത്യേകിച്ച് കേരളത്തെ ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ കരങ്ങളിൽ വെക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഈ പട്ടണത്തെ, മഹാരാഷ്ട്ര സ്റ്റേറ്റിനെ ഒക്കെ അവിടുത്തെ കരങ്ങളിൽ വെക്കുന്നു കർത്താവെ. ഈ നാളുകളിലെ അതെ കുറച്ച് റിലീഫ് ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ കർത്താവെ, അതിനെയും കൂടുതലാകുവാൻ സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ചിറകടിയിൽ അടിയങ്ങളെ എല്ലാം മറയ്ക്കണേ. കോഴി കുഞ്ഞുകോഴിയെ ചിറകടിയിൽ വഹിക്കുന്ന പോലെ അങ്ങയുടെ കൃപയുടെ വിസ്താരമേറിയ ചിറകടിയിൽ, ആ തങ്കച്ചിറകടിയിൽ ഞങ്ങളെ വഹിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനയായ അടിയനെയും കരങ്ങളിൽ വെക്കുന്നു. മഹത്വമെല്ലാം തിരുമേനി എടുത്താട്ടെ. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദിയോടെ സ്തോത്രം. രക്ഷകന്റെ ധന്യനാമത്തിൽ തന്നെ, ആമീൻ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിസ്തീരിക്കപ്പെടുമാറാണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മോത്തു എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നാം എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.